എന്താണ് AMD? അതായത് അക്യുമുലേഷൻ, മാനിപ്പുലേഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ. സോ സിമ്പിളായിട്ട് എന്താണ് AMD എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ബാ. സോ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്ന പോലെ തന്നെ മാർക്കറ്റ് ഈ ഒരു പെർട്ടിക്കുലർ റേഞ്ചിൽ തന്നെ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടായിരുന്നു. കുറേ അധികം നേരം മാർക്കറ്റ് ഇങ്ങനെ ഒരേ ഡയറക്ഷനിൽ, അതായത് ഒരു റേഞ്ചിൽ തന്നെ മൂവ് ചെയ്യുന്ന ഒരു സിനാരിയോയിലാണ് അവിടെ അക്യുമുലേഷൻ നടക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാവുന്നത്. അതിനുശേഷം നടന്ന ഒരു പ്രോസസ്സാണ് മാനിപ്പുലേഷൻ. എന്താണ് മാനിപ്പുലേഷൻ? മാർക്കറ്റ് ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്തതിന് ശേഷം ഡൗൺ സൈഡ് കണ്ടിന്യൂ ചെയ്യാതെ മാർക്കറ്റ് അപ്പ് സൈഡിലോട്ട് മൂവ് ചെയ്തു. ആൻഡ് ദാറ്റ് ഈസ് നോൺ ആസ് മാനിപ്പുലേഷൻ ഓർ എ ലിക്വിഡിറ്റി സ്വീപ്പ്. സോ ഈ ഒരു ലിക്വിഡിറ്റി സ്വീപ്പ് നടത്തുന്നത് ഓബ്വിയസ്ലി ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. ഇൻസ്റ്റിറ്റ്യൂഷൻ ആ ലെവലിൽ ആക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ ക്രിയേറ്റ് ആവുന്നതാണ് ഇംബാലൻസ് എന്ന് പറയുന്നത്. സോ ഇംബാലൻസിലേക്ക് മാർക്കറ്റ് തിരിച്ച് വന്ന് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പെർട്ടിക്കുലർ ലെവലിൽ നിന്നും നമുക്ക് അപ്പ് സൈഡിലോട്ട് ഒരു എൻട്രി പ്ലാൻ ചെയ്യാവുന്നതാണ്. സോ ഇതാണ് ഒരു ബേസിക് AMD കോൺസെപ്റ്റ് ബേസ് ചെയ്തിട്ടുള്ള ഒരു എൻട്രി സെറ്റപ്പ് എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിളും കൂടെ കാണിച്ചു തരാം. ഇവിടെ നോക്കിക്കേ, മാർക്കറ്റ് എവിടെയും സെയിം രീതിക്ക് അക്യുമുലേഷൻ നടത്തിയിട്ടുണ്ടായി, അതിനുശേഷം മാനിപ്പുലേഷൻ, അതിനുശേഷം മാർക്കറ്റ് അപ്പ് സൈഡിലോട്ട് ഡിസ്ട്രിബ്യൂഷൻ നടത്തിയിട്ടുണ്ടായി. ആൻഡ് ആ ഒരു പെർട്ടിക്കുലർ ഇംബാലൻസിലേക്ക് മാർക്കറ്റ് ടാപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അപ്പ് സൈഡിലോട്ട് ഒരു എൻട്രി പ്ലാൻ ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് ഈ ഒരു എക്സാമ്പിൾ 15 മിനിറ്റ് ടൈം ഫ്രെയിമിലാണ് ചാർട്ട് ഇപ്പം നിൽക്കുന്നത്. ആ ഒരു സോണിൽ അക്യുമുലേഷൻ നടന്നിട്ടുണ്ടായി, അതിനുശേഷം ഒരു ലോവർ ടൈം ഫ്രെയിമിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക. 5 മിനിറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ അവിടെ നല്ലൊരു MSS അവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ആൻഡ് ആ ഒരു പെർട്ടിക്കുലർ ക്യാൻഡിൽ ക്ലോസിൽ നമുക്ക് എൻട്രി പ്ലേസ് ചെയ്യാവുന്നതാണ്. സോ മാർക്കറ്റിൽ AMD ഐഡന്റിഫൈ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഈ കാണുന്ന കൺഫർമേഷൻസ് ഒക്കെ കൺസിഡർ ചെയ്തതിന് ശേഷം എൻട്രീസ് പ്ലാൻ ചെയ്യാവുന്നതാണ്. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഡു കമൻറ്റ് ഡൗൺ ബിലോ. ആൻഡ് അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. Bye bye.